ഭക്തിലഹരി കച്ചവടക്കാരുടെ ലഹരി വിരുദ്ധ സമരനാടകം. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് ലഹരിക്കെതിരെ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കാനും കുത്തക അവകാശമുള്ള ആളുകളാണ് നമ്മുടെ കുപ്പായ തൊഴിലാളികൾ. കാലാകാലങ്ങളായി അവർ ആളും തരവും പാർട്ടിയുമൊക്കെ നോക്കി ഇത്തരം പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കണ്ടു മടുത്ത ജനങ്ങൾ ഇതൊന്നും ഇപ്പോൾ അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഇപ്രകാരം ഒരു പ്രതിഷേധ നാടകം നടക്കുകയുണ്ടായി. ഉദ്ഘാടകനായ സ്വാമിയുടെ ലഹരി മറ്റൊരു കാര്യത്തിലാണ്. ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം പാളയം കത്തീഡ്രൽ പള്ളിയുടെ തൊട്ടടുത്ത മതിൽ ബാർ ഹോട്ടലായ സൗത്ത് പാർക്കാണ്. ആരാധനാലയവുമായി ഒരു നിശ്ചിത അകലം പാലിക്കണമെന്നിരിക്കെ ഒരടി പോലും രണ്ട് മതിലുകൾ തമ്മിൽ ഇല്ലെന്നിരിക്കെ എങ്ങനെയാണ് ഈ ബാറിന് NOC കിട്ടിയത് എന്ന് ഞങ്ങളുടെ മെത്രാൻ പറയണം. അതുപോലെ മെത്രാൻ്റെ ഉള്ളൂർ അരമനയുടെ ഒരു അതിരുകാരൻ ഇതുപോലെ രമേശൻ കണ്ട്രാക്കിൻ്റെ മകൻ ബിജു രമേശാണ്. ബിജു രമേശിൻ്റെ ബാർ ഹോട്ടലായ പാർക്ക് രാജധാനിയാണ് മെത്രാൻ്റെ ഒരു അതിര്. ഇതിനും ഒരു ബാർ ലൈസൻസ് എങ്ങനെ കിട്ടിയെന്ന് മെത്രാൻ പറയണം. അതുപോലെ പാലാ മെത്രാൻ നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഉപജ്ഞാതാവും ഇതുപോലെ വമ്പിച്ചൊരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം പാലയിൽ നടത്തിയിരുന്നു. പൊതുസമൂഹത്തെ അപകടകരമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മരുന്നുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുവാൻ പൊതുസമൂഹവും ഭരണകർത്താക്കളും തയ്യാറാകണമെന്ന് ബിഷപ്പ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു. മാത്രമല്ല വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ് പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. നല്ല കാര്യം. വലിയ അരപ്പട്ടയും കെട്ടി നിന്ന് ചീഞ്ഞ ഉപദേശം നൽകുന്ന മെത്രാന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യാനി ആദ്യമായി ലഹരി രുചിക്കുന്നത് പള്ളിയിൽ നിന്നാണ്. അയ്യോ അത് വൈനാണ്, അതിൽ ആൽക്കഹോൾ കണ്ടന്റ് വളരെ കുറവാണ്, അളവ് കുറവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് വിശ്വാസികളുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുവാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? അതാദ്യം നിർത്താമോ? അതുപോലെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാർ ഹോട്ടലുകൾ നടത്തുന്നത് അതിൻ്റെ ഉടമകൾ അച്ചായന്മാരാണ്. കള്ളുകച്ചവടം നിർത്തൂ, സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാകൂ എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം ഞങ്ങളുടെ പൂച്ചാണ്ടി പിതാക്കന്മാർക്കുണ്ടോ? വിവരം അറിയും. അതുപോലെ ലഹരിപ്പാട്ടുകളും ഇവരുടെ ആഡംബര ഹോട്ടലുകളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇതിൻ്റെ കൊച്ചിയിലെ കേന്ദ്രം ഒരു മാർത്തോമ അച്ചായൻ്റേതാണ്. അതുപോലെ കഴിഞ്ഞയിടെ കൊച്ചി പള്ളുരുത്തി പള്ളിയിൽ രാവിലെ കുർബാന കാണാനെത്തിയ വിശ്വാസികൾ എത്തിയപ്പോൾ പള്ളി തുറന്നിട്ടില്ല. പള്ളിമുറിയിൽ ചെന്ന് ജനലിലൂടെ എത്തി നോക്കിയപ്പോൾ വികാരിയച്ഛൻ ആ നാട്ടിലെ ഏറ്റവും അലമ്പ് പയ്യന്മാരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ലഹരി അടിച്ച് കിറങ്ങി പിറന്നപടി കിടക്കുന്നു. കണ്ടവർ കണ്ണും പൊത്തി ഓടി രക്ഷപ്പെട്ടു. അവസാനം പോലീസ് എത്തി പാതിരിയെ ഒരു ലോഹയൊക്കെ ഒരു വിധത്തിൽ ഇടിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ മോന്മാരാണ് പള്ളിയിൽ നിന്ന് കുഞ്ഞാടുകളെ ഗുണദോഷിക്കുന്നത്, ലഹരി ഉപയോഗിക്കരുത്, അത് പാപമാണ് എന്ന് പറയുന്നത്. കുർബാന കളിക്കാൻ പോകുന്നതിന് മുമ്പും ഈ പാതിരി മറ്റേ സാധനം വെച്ചിട്ടാണ് കയറുന്നത്. പാതിരിയെ പോലീസ് കൊണ്ടുപോകുന്നത് കാണുക. അതുപോലെ കുഞ്ഞാടുകളെ അങ്ങ് നന്നാക്കി കളയാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പരിപാടികളാണ് ഇവർ പ്രതിദിനം നടത്തുന്നത്. സൺഡേ സ്കൂളുകൾ, യുവജന പ്രസ്ഥാനം, ബാലികാ ബാലസമാജങ്ങൾ, യുവദീപ്തി, അങ്ങനെ എന്തൊക്കെ പരിപാടികൾ. എന്നിട്ടും ഇതെങ്ങനെ സംഭവിക്കുന്നു? കൊച്ചിയിൽ കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്ന ഗ്രേസി ലാലിൻ്റെ അനുഭവം കേൾക്കുക. ഗ്രേസി പാതിരിമാരെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്. ഈയിടെ കോട്ടയത്തൊരു സ്കൂളിൽ നിന്ന് പിള്ളേരെ ടൂർ കൊണ്ടുപോയി. 9, 10 ക്ലാസ്സിലെ പിള്ളേർ, CBSE സ്കൂള്, സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂള്, ബാംഗ്ലൂർ, ഊട്ടി, മൈസൂറാണ് കൊണ്ടുപോയത്. കുട്ടികൾ ഇവിടുന്ന് പോയപ്പോഴേ കുപ്പി കരുതിയാണ് പോയത്. 9ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ. അവർ ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ പിള്ളേരെ താമസിപ്പിക്കുന്നു, 5 പേര് വീതം. അവരിൽ 16 കുട്ടികളും മദ്യപിച്ചു. പെൺകുട്ടികൾ, ആൺകുട്ടികളുള്ള ക്ലാസ് അല്ല, പെൺകുട്ടികളുടെ സ്കൂൾ.
അതിലൊരുത്തിക്ക് ഇത്തിരി തലയ്ക്ക് പിടിച്ചപ്പം അവൾ എന്നാ എഴുതുന്നറിയാം, കുപ്പിയൊക്കെ ഗ്ലാസ്സും ഒക്കെ പൊക്കി പിടിച്ച് ഹായ് ഗൈസ് വി ആർ ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് സംഭവം എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. കോട്ടയത്തിരുന്ന് ആരോ കണ്ടു, പ്രിൻസിപ്പലിനെ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. പ്രിൻസിപ്പൽ അപ്പോൾ തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു, തിരിച്ചു പോര്, ഊട്ടി മൈസൂറൊന്നും പോകണ്ട, മതി, നിങ്ങൾ കണ്ടതൊക്കെ മതി. അപ്പോൾ ഈ 16 എണ്ണം അപ്പനെയും അമ്മയും കൂട്ടി എൻ്റെ ക്ലിനിക്കിൻ്റെ വാതിക്കൽ, എനിക്കൊരു ക്ലിനിക്കാണ് കോട്ടയത്ത്, കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനൊരു എഴുത്ത് കൊടുക്കണം, എന്നാൽ ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. ഞാൻ ഈ കുട്ടികളെ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഒരു കുട്ടി ഹിന്ദുവാണ്, ബാക്കി മുഴുവൻ കാത്തലിക്കോ മർത്തമയോ CSIയോ ഓർത്തഡോക്സോ യാക്കോബൈറ്റോ ആണ്. നമ്മുടെ പിള്ളേരെ നമ്മൾ എവിടെ വളർത്തുന്നതിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? പള്ളി കൊണ്ടുവന്നിട്ടാണോ? മാമോദിസ മുക്കാഞ്ഞിട്ടാണോ? സൺഡേ സ്കൂളിൽ വിടാഞ്ഞിട്ടാണോ? കുർബാന സ്വീകരിക്കാൻ ഇവരെ ഒരുക്കാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വലിയ മോശമായ ഒരു തലമുറ വരികയാണ് നമുക്ക് പിറകിൽ. കുടുംബകലഹം, വിവാഹമോചനം, ആത്മഹത്യ, കൊലപാതകം, മോഷണം, സാമ്പത്തിക തട്ടിപ്പുകൾ, വ്യഭിചാര കേസുകളെല്ലാം ഞങ്ങൾ അച്ചാന്മാരാണ് മുന്നിൽ. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇവന്മാരുടെ ഈ കൂതാശകൾ കൊണ്ടും ചവിട്ടുനാടകങ്ങൾ കൊണ്ടും എന്ത് പ്രയോജനമാണ് ഉള്ളത്? ഇതിൻ്റെയൊക്കെ പ്രസക്തി എന്താണ്? കോട്ടയത്തെ ഒരു പ്രമുഖ സഭയുടെ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റിനെതിരെ ഭാര്യ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണത്രേ. ഡ്രഗ് ഉപയോഗിച്ച ശേഷം കാർഡിയാക് സർജറി നടത്തുന്നവൻ. വിശദാംശങ്ങൾ പിന്നാലെ. ഏതെങ്കിലും ഒരു ലോഹയിട്ടവൻ ഇനി ലഹരി വിരുദ്ധ പരിപാടി എന്നെങ്ങാനും പറഞ്ഞ് റോഡിലിറങ്ങിയാൽ മടൽ നിറയും. നോക്കിയോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.